വസന്ത നിയമസഭയിലെ പ്രതിപക്ഷം കുറേ കൂടി സക്രിയമാവണ്ടേ, സജീവമാകണ്ടേ? ഇതിപ്പോൾ സഹകരണ മേഖല കൈയിട്ട് വാരാനാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്, ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നതായിരിക്കും ശരി. ഇപ്പോൾ ഇതിനൊക്കെ തടയിടേണ്ട ഒരു ശക്തി സംവിധാനം ഇവിടെ ഉണ്ട്. പ്രതിപക്ഷത്തിൽ നിന്ന് ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അല്ല, ശ്രീ ഷാജഹാന്റെ ചില വാക്കുകളോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. അവൻ ഇവൻ എന്നൊക്കെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് ശരിയല്ല. വിളിച്ചോ? എനിക്കറിയില്ല, ഞാൻ വിളിച്ചില്ല, ഞാൻ വിളിക്കുകയില്ല. ഒരു തവണ അങ്ങനെ ഒരു പരാമർശം വന്നു. യെസ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അങ്ങയുടെ ആവേശത്തിനിടയിൽ വന്നു പോയതായിരിക്കാം. ഏതായാലും അത് കറക്റ്റ് ചെയ്തതിൽ നന്ദി. അപ്പോ വിമർശനം നല്ലതാണ്, അത് ഭാഷ നന്നായാൽ നന്നാവും. നോക്കൂ, കേരളത്തിൽ ഏതാണ്ട് 80% സഹകരണ സംഘങ്ങളും ഭരിക്കുന്നത് CPM ആണ്. അത് ഭരിക്കുന്നത് ജനാധിപത്യപരമായി അല്ല എന്ന് നേരിട്ടറിവുള്ള ആളാണ് ഞാൻ. കള്ള വോട്ട് ഉണ്ടാക്കുക, ആ ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇവരുടെ ആളുകളെ തിരികെ കയറ്റി ഇലക്ഷന്റെ തലേ ദിവസം സെക്രട്ടറിമാരുടെ വീട്ടിൽ വെച്ച് കള്ള സർട്ടിഫിക്കറ്റ് അടിച്ച്, കള്ള വോട്ടർ ID കാർഡ് അടിച്ച് തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യുക. നമ്മൾ പണ്ട് ഉത്തരേന്ത്യകളിലൊക്കെ കേൾക്കുന്നത് പോലെ ബൂത്ത് പിടിക്കുക എന്ന് കേൾക്കുന്നില്ലേ? അതൊക്കെ കേരളത്തിലെ ഏതെങ്കിലും സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. CPM-ന്റെ ഗൂണ്ടാപ്പട ഇങ്ങനെ ബൂത്ത് പിടിക്കാൻ ഇറങ്ങും. അതിനെ കായികമായി നേരിടാൻ കോൺഗ്രസിന് സാധിക്കാത്തതല്ലേ എന്ന് ചോദിച്ചാൽ സാധിക്കാത്തത് തന്നെയാണ്. ഞങ്ങളുടെ ഒരു പ്രശ്നമാണ്. പൂർണ്ണാർത്ഥത്തിൽ എല്ലാത്തിനെയും കായികമായി നേരിടുക. കായികപരമായിട്ടല്ല നേരിടേണ്ടത്, നിയമപരമായിട്ടല്ല നേരിടേണ്ടത്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രീ അനിൽ നമ്പ്യാർ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമായി വെളിയിൽ വന്ന സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലെ എല്ലാത്തിലും തന്നെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് CPM ആണ്. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ ഹൈക്കോടതിയിൽ കയറിയിറങ്ങിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ അതിന്റെ ഇങ്ങേ തലക്കിലുണ്ടായിരുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള DCC ഭാരവാഹികളാണ്. അത് ഞങ്ങൾ സമരരംഗത്തുണ്ട്, നിയമപരമായുള്ള പോരാട്ടത്തിലുമുണ്ട്. നോക്കൂ, ഇപ്പോ ഈ കട്ടപ്പനയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കട്ടപ്പനയിൽ സംഭവിച്ചിരിക്കുന്നത് അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ നിക്ഷേപം, തന്റെ ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടി വെച്ച പണം നിക്ഷേപിക്കുന്നു. ബാങ്ക് പറയുന്നത് 15-14 ലക്ഷമാണ് എന്നാണ്. എന്നാൽ അവരുടെ ബന്ധുക്കൾ 70 ലക്ഷമാണ് വസന്തേ, 70 ലക്ഷമാണ് അദ്ദേഹം നിക്ഷേപിച്ചത്. പിന്നെ പല തവണകളായിട്ട് അദ്ദേഹം എടുത്തിരുന്നു ആവശ്യത്തിന് തിരിച്ചു. അല്ല, ഈ 14 ലക്ഷം എടുത്തു എന്ന് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഇവർക്ക് പാടില്ല. അനിൽ നമ്പ്യാർ, നമുക്കറിയാമല്ലോ, ഈ പറയുന്ന സാബു മരിച്ചില്ല, അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്ന് പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നവന്മാരാണ് ഇവർ. അതുകൊണ്ട് അവർ നാളെ സാബു ഈ 15 ലക്ഷവും നേരത്തെ പിൻവലിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുമായി വന്നാൽ, അങ്ങനെ ഒരു ക്യാപ്സ്യൂളുമായി വന്നാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷെ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണ്? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് താൻ ഉണ്ടാക്കി വെച്ചിരുന്ന പണം, താൻ തന്റെ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം, അല്ലാതെ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലോ ലോക്കൽ കമ്മിറ്റി ഓഫീസിലോ സഹായത്തിന് ഇരക്കാൻ പോയതല്ല എന്ന് ഓർക്കണം. സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കി വെച്ച പണം കൊണ്ടുപോയി നിക്ഷേപിച്ചതാണ്. ആ നിക്ഷേപിക്കുന്ന സമയത്ത് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളിൽ ഉള്ള വിശ്വാസത്തിന് പുറത്താണ് ആ സഹകരണ സംഘം നല്ലതായി പ്രോഫിറ്റബിൾ ആയി പോകുന്ന സമയമായിരുന്നു അത്. അങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് അതിനുശേഷം അദ്ദേഹത്തിന് ആവശ്യം വരുമ്പോൾ ഈ പണം ചോദിക്കുന്നു. പണം ചോദിക്കുമ്പോൾ നേരത്തെ നിങ്ങളുടെ ബൈറ്റിലടക്കം പറയുന്നത് അവിടുത്തെ സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാരൻ പിടിച്ചു തള്ളിയെന്നാണ്. ഈ ജീവനക്കാരൻ അവിടുത്തെ DYFI-കാരനാണ് കേട്ടോ. DYFI-കാരൻ, ഈ ജീവനക്കാരൻ എന്ന് പറയുന്നത് അവിടുത്തെ DYFI-കാരൻ. അവൻ ഈ സാബുവിനെ പിടിച്ചു തള്ളുന്നു എന്ന് മാത്രമല്ല മർദ്ദിക്കുന്നു. അതിനുശേഷം അവനൊരു പരാതി കൊടുക്കുകയാണ്. അവൻ പറയാണ്, അവനും അവന്റെ പാർട്ടിയും പറയാണ് സാബു ഈ ജീവനക്കാരനെ ആക്രമിച്ചു അത്രേ. അതിനുശേഷം അവിടുത്തെ ഏരിയ സെക്രട്ടറി കട്ടപ്പന അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. കട്ടപ്പനയിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. എന്റെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 30 കിലോമീറ്റർ മുകളിലാണ് ഈ കട്ടപ്പന. കട്ടപ്പനയിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായ ഈ മുൻ ഏരിയ സെക്രട്ടറി, മുൻ ബാങ്ക് പ്രസിഡന്റ്, ആ പ്രസിഡന്റ് വിളിച്ചു പറയാണ് നിനക്ക് അടി കിട്ടാത്തതിന്റെ കേടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ്. ഈ എന്തുകൊണ്ടാണ് മുൻ ബാങ്ക് പ്രസിഡന്റ്, മുൻ ഏരിയ കമ്മിറ്റി അംഗം ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് എപ്പോഴെങ്കിലും അനിൽ നമ്പ്യാർ ചിന്തിച്ചിട്ടുണ്ടോ? കാര്യം, ഇദ്ദേഹം ബാങ്ക് പ്രസിഡന്റ് ആയതിനു ശേഷം ഈ പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു, നിങ്ങൾ മാറി നിൽക്കൂ, ഈ തവണ പുതിയ ആള് വരട്ടെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിവെച്ച കുറെ അഴിമതികളുണ്ട്. ഒരു ആധാരം വെച്ച് 2 ലോൺ പാസ്സാക്കുക. ഒരു ലോൺ ഇയാൾക്ക്, ആർക്ക്? ഈ മുൻ ബാങ്ക് പ്രസിഡന്റിന്. മറ്റേ ലോൺ ആരാണോ ലോൺ അപേക്ഷിച്ച് അയാൾക്ക്. ഒരേ ആധാരത്തിന്മേൽ 2 ലോൺ, ഒരു നിക്ഷേപത്തിന്മേൽ 4 സർട്ടിഫിക്കറ്റ്. എന്നിട്ട് അതിലൊരു സർട്ടിഫിക്കറ്റ് വെച്ച് അവർ നിക്ഷേപത്തിന് പുറത്തുള്ള
ലോൺ, ആ ഡെപ്പോസിറ്ററി ലോൺ എന്ന് പറയുന്ന സംവിധാനമുണ്ടോ, അത് വെച്ച് അവർ അതിൽ നിന്ന് പണം പിടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ഒരു ബഫൂണിനെ ഇദ്ദേഹം റിമോട്ടിൽ ഞെക്കിയാൽ അതിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന, ആടിക്കളിക്കുന്ന കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കുന്ന ഒരു കുഞ്ഞിരാമനെ ബാങ്കിന്റെ പ്രസിഡന്റ് ആക്കി വെച്ചു. ആ ബാങ്ക് പ്രസിഡന്റിന്റെ അടുത്തേക്കാണ് ഈ സാബുവിന്റെ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്, ഞാൻ കൃത്യമായ വിവരങ്ങളുടെ പുറത്താണ്, എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയോടും കൂടിയാണ് ഞാൻ പറയുന്നത്, സാബുവിന്റെ ഡെപ്പോസിറ്ററി റെസിപ്റ്റിന്റെ പുറത്ത് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതൽ ലോണുകൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്ത പണം വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ് കൊടുക്കുമ്പോൾ അത് ബാങ്കിന്റെ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വലിയ കൃത്രിമത്വം അതിൽ നടന്നു. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ലോൺ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഈ മുൻ ബാങ്ക് പ്രസിഡന്റിന്റെ സിമ്പന്തി കൂടിയായ മുൻ ബാങ്ക് പ്രസിഡന്റ് അവിടെ ജോലി മേടിച്ചു കൊടുത്ത മുൻ ബാങ്ക് പ്രസിഡന്റ് ഇൻകുലാബ് എന്ന് വിളിച്ചാൽ സിന്ദാബാദ് എന്ന് കൂട്ടി വിളിക്കുന്ന ഡിവൈഎഫ്ഐക്കാരൻ ഇയാളെ ആക്രമിക്കുന്നു. ഉടനെ നിലവിലുള്ള ബാങ്ക് പ്രസിഡന്റ് ആവലാതിപ്പെടുകയാണ്. തന്റെ നേതാവിനെ വിളിച്ചു ചോദിച്ചു, ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രശ്നമാക്കണ്ട, ഇഷ്യൂ ആക്കണ്ട, ഞാനത് ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എങ്ങനെയാണോ അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തിയത്, അതേപോലെ ഈ സാബുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ്. ഭീഷണിപ്പെടുത്തിയെന്നു മാത്രമല്ല, നിന്നെ കൈകാര്യം ചെയ്യുന്നതും ആ ബാങ്ക് ഉദ്യോഗസ്ഥനെ നീ ആക്രമിച്ചിട്ടുണ്ടല്ലേ, അതിന്റെ പരിപാടി നമ്മൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് നീ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്തോ, ഒന്നെങ്കിൽ ജയിലിൽ പൊക്കോളൂ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോളൂ എന്നുള്ള നേച്ചറിൽ ഭീഷണിപ്പെടുത്തി അതിമാരകമായ കൊലപാതകത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് കരുവന്നൂരിൽ ഉണ്ടായത്. കരുവന്നൂരിൽ ഫിലോമിൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ ആയുഷ്കാലം മുഴുവൻ ഉണ്ടാക്കി വെച്ച പണം ഒടുക്കം അവർ മരണത്തോട് മല്ലടിക്കുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ കരുവന്നൂരിലെ ബാങ്കിൽ പണമില്ല. അവർ ഒടുക്കം മരണപ്പെടുന്നു. അവരുടെ ശവശരീരവുമായി അവിടുത്തെ പ്രതിപക്ഷം, അവിടുത്തെ വിവിധ പാർട്ടികൾ, കോൺഗ്രസ്, BJP എല്ലാവരും ഈ ബാങ്കിന് മുമ്പിലേക്ക് സമരവുമായി എത്തുന്നു. നോക്കൂ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബാങ്കുകളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം മാത്രം CPM-ന്റെ നേതൃത്വത്തിലുള്ള ബാങ്കുകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈം 86. ഇപ്പോൾ ഷാജഹാൻ പറഞ്ഞതിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ്. പക്ഷേ അതിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ ED-ക്കോ കേന്ദ്ര ഏജൻസികൾക്കോ സാധിച്ചിട്ടില്ല. ഫിനാൻഷ്യൽ ക്രൈം ആകുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികൾക്ക് അവിടെ അന്വേഷണം നടത്താൻ സാധിക്കും. പക്ഷെ അത് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. ഈ കോപ്പറേറ്റീവ് ആക്ടിലെ ചില സെക്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ ചില ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ കേസ് കൊടുത്താൽ അവർക്ക് അനുചിതമായ രീതിയിൽ വിധി സമ്പാദിക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ട്. കാര്യം ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ ബഫൂൺസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെയാണ് ജോലിക്കെടുത്തിരിക്കുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥർ, സെക്രട്ടറി കോപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറിയാണ് നമ്മൾ ബ്രാഞ്ച് മാനേജർ പകരമുള്ള ആൾ. ആ സെക്രട്ടറി മുതൽ ഒടുക്കമുള്ള പ്യൂൺ വരെയുള്ളവർ CPM ആണ്, അടിമുടി DYFI ആണ്. അവിടെ കയറി ചെന്നാൽ പാർട്ടി ഓഫീസിൽ കയറി ചെല്ലുന്നതിന് തുല്യമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് ഇറങ്ങട്ടെ, CBI അന്വേഷണത്തിന് ഇറങ്ങട്ടെ, ഒറ്റ ബാങ്ക് നിലം തൊടാതെ പൊട്ടുന്ന അവസ്ഥയിലാണുള്ളത്. 2 കാരണങ്ങൾ. ഒന്ന്, പ്രാദേശിക CPM നേതൃത്വം അതിൽ നിന്ന് പണം കട്ടോണ്ട് പോയി. 2, സർക്കാർ പ്രതിസന്ധിയിൽ എത്തുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരൊരു ഹത്വ പ്രകടിപ്പിക്കും. എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളിലോടും 2 ലക്ഷം ഖജനാവിലേക്ക് തരൂ, ലോണായിട്ട് മതി, പിന്നെ തരാം. എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്? പിണറായി വിജയന്റെ ഖജനാവിൽ പണമില്ല. ആകപ്പാടെ ഉള്ളത് പിണറായിലെ കുടുംബത്തിലെ വീടിന്റെ അടിയറയിലും അവിടുത്തെ പത്തായപ്പുരയിലും മാത്രമാണ് പണമുള്ളത്. അല്ലാതെ പിണറായി വിജയന്റെ ഖജനാവിൽ പണമില്ല. പക്ഷെ എടുത്തു തരാമെന്ന് പറഞ്ഞ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ 2 വർഷക്കാലം പെൻഷൻ കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പിരിച്ചോണ്ട് പോയത്. ഫിനാൻഷ്യൽ ലൂട്ട് ബൈ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും ഒരു സംരംഭം എന്താണ് അനിൽ നമ്പ്യാർ? ശരിയാണ്, കട്ടപ്പനയിൽ നിന്നും കൊണ്ടുപോയി കാണും പണം, അല്ലെങ്കിൽ CPM നേതാക്കന്മാരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി കാണും, മാറ്റിക്കൊണ്ടുപോയി കാണും. അനിൽ നമ്പ്യാർ 10 പേർ, ഞാൻ വളരെ വിശ്വാസത്തോടു കൂടി പറയാണ്, ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ, നിലവിൽ CPM ഭരിക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ 10 നിക്ഷേപകർ ഒരുമിച്ച് വന്ന് പണം ചോദിച്ചാൽ അന്ന് ആ ബാങ്ക് പൊട്ടും. അല്ല, അങ്ങനെ പൊട്ടത്തില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ബാങ്കും ഇന്ന് കേരളത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ ഭരണത്തിലേ ഇല്ല. കട്ടപ്പനയിലെ ബാങ്ക് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് സാബു അവിടെ നിക്ഷേപിക്കുന്നത്. ഒരുപാട് നിക്ഷേപകരുണ്ടായിരുന്നു ഞങ്ങളെ വിശ്വസിച്ച് വന്നിരുന്നത്. അന്ന് പ്രോഫിറ്റിലായിരുന്നു ആ ബാങ്ക്. ഇവർ അക്രമം കാണിച്ച് തെരഞ്ഞെടുപ്പ് പിടിച്ചെടുത്ത് ഗുണ്ടായിസം കാണിച്ച് ആ ബാങ്കിൽ പിടിച്ചെടുത്തു. പത്തനംതിട്ടയിൽ ഇവർ ഈ പണി കാണിച്ചു. കേരള കോൺഗ്രസ് അവിടെ കൂടെ പല ബാങ്കുകളും കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി മേഖലകളിൽ അവർക്ക് അനുചിതമായ രീതിയിൽ ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ മാറി. അതിനുശേഷം എന്തുണ്ടായി?
ഒരു ഡെഡ്ലി കോംബോ പോലെ കേരള കോൺഗ്രസും CPM-ലെ കുറെ അഴിമതി വിഭാഗവും കൂടി ഈ ബാങ്കുകളെ അവർക്ക് തോന്നിവാസം കാണിക്കാൻ, അവർക്ക് ഫണ്ട് എടുക്കാൻ, അവർക്ക് ഫണ്ട് ബക്കറ്റിലേക്ക് വകമാറ്റി ചെലവഴിക്കാനുള്ള അവർ ഒരു സങ്കേതമാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ബാങ്കുകളിലും, ഞങ്ങൾ ഭരിക്കുന്ന ബാങ്കുകളിൽ അടക്കം കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ സാബുവിൽ നിൽക്കില്ല, ഫിലോമിൽ നിൽക്കില്ല, ഒരുപാട് പേർ അവരുടെ ജീവിതം ബലി കഴിക്കേണ്ടതായി വരും എന്നുള്ളതാണ്.